നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാൻ എസ് ശ്രീകാന്ത്. നേഷൻ ഫസ്റ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് കൂടി സ്വാഗതം. ദേശീയ തലത്തിലെ വാർത്തകൾ, വിശകലനങ്ങൾ, അങ്ങനെ സംഭവബഹുലമായ ഒരു ദിവസം കൂടി തുടങ്ങാൻ പോകുന്നു. അതിൻ്റെ എല്ലാ വിശദാംശങ്ങളുമായി നേഷൻ ഫസ്റ്റ് നിങ്ങളിലേക്ക് എത്തുകയാണ്. ആദ്യമായി നമ്മുടെ ഈ റൺഡൗണിൽ പറയാത്ത ഒരു വാർത്തയിലൂടെ തന്നെ തുടങ്ങാം. അതായത് സുവേന്ദു അധികാരിയുടെ കേസുമായി PAയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ഒരാൾ അറസ്റ്റിലായിട്ടുണ്ട് എന്നുള്ളതാണ്. 5ാം പ്രതി അറസ്റ്റിലായിരിക്കുന്നു. കേസിൽ 5ാം പ്രതി വിനയ് റായിയെ ഉത്തർപ്രദേശിലെ വാരണാസിയിൽ നിന്നാണ് CBI പിടികൂടിയത് എന്നൊരു വാർത്ത വരുന്നുണ്ട്. ബംഗാളിൽ എന്തായാലും BJP നേതാവിനെ, BJP പ്രവർത്തകനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾക്ക് രക്ഷയില്ല എന്നുള്ളതാണ് അവസ്ഥ. ഇനി നമ്മുടെ വാർത്തകളിലേക്ക് പോവുകയാണെങ്കിൽ, ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം കനത്ത ചൂട് ഇപ്പോൾ ഈ രാജ്യ തലസ്ഥാനത്ത് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. 45 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് പകൽ സമയങ്ങളിൽ ചൂട് രേഖപ്പെടുത്തുന്നത് എന്നുള്ള വാർത്ത ഡൽഹിയിൽ നിന്നും നൽകാനുണ്ട്. കനത്ത ചൂടിന് പിന്നാലെ ഡൽഹിയിൽ വായു മലിനീകരണം രൂക്ഷമായിട്ടുണ്ട് എന്ന വാർത്ത കൂടി വരുന്നു. മലിനീകരണ തോത് 200 കടന്നു. അതിനാൽ തന്നെ ഇത് കുറച്ച് ദിവസത്തേക്ക് ഈ രീതിയിൽ തന്നെ വളരെ മോശം അവസ്ഥയിൽ തന്നെ തുടരും എന്നാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകളും. ആഴ്ചയിലൊരിക്കൽ സ്വകാര്യ വാഹനങ്ങൾ ഒഴിവാക്കി പൊതുഗതാഗതം എടുക്കണം, അങ്ങനെയുള്ള ഗതാഗത സംവിധാനങ്ങൾ ഉപയോഗിക്കണം എന്ന നിർദ്ദേശം ഇതിനോടകം തന്നെ ഡൽഹി സർക്കാർ നൽകിക്കഴിഞ്ഞു. ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ഇത് ഉപയോഗപ്പെടുത്തണമെന്നാണ് പറയുന്നത്. 6 മാസത്തേക്ക് ഒരു തരത്തിലുള്ള വാഹനങ്ങളും വാങ്ങുന്നതിന് ഡൽഹിയിൽ അനുമതിയില്ല എന്ന വാർത്ത കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ആഴ്ചയിൽ തിങ്കളാഴ്ച സ്വകാര്യ വാഹനങ്ങൾ ഉപേക്ഷിച്ച് പൊതുഗതാഗത സംവിധാനം ഉപയോഗിക്കണം. 6 മാസത്തേക്ക് വാഹനങ്ങൾ പുതുതായി വാങ്ങുന്നതിന് അനുമതിയുമില്ല. പൊല്യൂഷനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് കുറയ്ക്കേണ്ട ജോലിയും നിങ്ങളുടേത് കൂടിയാണ്. ഇവിടെ അനധികൃതമായി കെട്ടിട നിർമ്മാണ പണികൾ നടത്തുകയും തോന്നുന്നത് പോലെ വാഹനങ്ങൾ ഇങ്ങനെ നിരത്തിലിറക്കുകയും ചെയ്താൽ ഇതൊക്കെ തന്നെ സംഭവിക്കും. അപ്പോൾ പൊല്യൂഷൻ കുറയ്ക്കുന്നതിന് എല്ലാവരും ഒരുമിച്ച് നിൽക്കുക. ചൂട് കുറയ്ക്കുന്നതിന് മറ്റ് പോംവഴികളൊന്നുമില്ല. കനത്ത ചൂട് തുടരുകയാണ്, സൂക്ഷിക്കുക. ഡൽഹിയിലേക്ക് വരുന്നവരും ഡൽഹിയിൽ താമസിക്കുന്നവരുമൊക്കെ സൂക്ഷിക്കണം. ഉച്ചയ്ക്കൊക്കെ 45 ഡിഗ്രിയാണ് ഇവിടുത്തെ ചൂട്. ഇപ്പോൾ മറ്റൊരു സുപ്രധാനമായ വാർത്തയിലേക്ക് അടുത്തതായി നമ്മൾ പോവുകയാണ്. അതായത് നാളെ കേന്ദ്ര സർക്കാരിൻ്റെ മുഴുവൻ മന്ത്രാലയങ്ങളുടെയും മന്ത്രിമാരുടെയും ഡിപ്പാർട്ട്മെന്റ് ഹെഡുമാരുടെയും ഒരു യോഗം ഡൽഹിയിൽ നടക്കാൻ പോകുന്നു എന്നുള്ളതാണ് വരുന്ന വാർത്ത. മെയ് 21 ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായ ചെയ്യുന്നതിനാണ് ഈ യോഗം വിളിച്ചിട്ടുള്ളത്. 1ാം വർഷത്തിലേക്ക് പൂർത്തിയാക്കി 2ാം വർഷത്തിലേക്ക് NDA സർക്കാർ കടക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ യോഗം. മന്ത്രിസഭാ പുനഃസംഘടനയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് നമുക്കിപ്പോൾ കിട്ടുന്ന ഏറ്റവും പുതിയ വിവരം. അതായത് നരേന്ദ്രമോദി സർക്കാരിൽ ഒരു പുനഃസംഘടനയ്ക്ക് സാധ്യതയുണ്ട് എന്ന് രാഷ്ട്രീയ വൃത്തങ്ങൾ പറയുന്നു. അത് ഉറപ്പിച്ചിട്ടില്ല. സംഗതി നരേന്ദ്രമോദിയാണ്, അദ്ദേഹത്തിന്റെ സർക്കാരാണ്. അതിനാൽ തന്നെ എപ്പോ എന്ത് സംഭവിക്കും എന്ന് ദൈവം തമ്പുരാന് പോലും നിശ്ചയമില്ലാത്ത സാഹചര്യമാണ്. അതായത് തീരുമാനങ്ങൾ എടുക്കുന്നതിൽ എല്ലാവരെയും സർപ്രൈസ് ചെയ്യുക, അത് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഒക്കെ ഒരു രീതിയാണ്. അപ്പോൾ മന്ത്രിസഭ പുനഃസംഘടനയുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് ആര്, എങ്ങോട്ട്, എവിടേക്ക്, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഇപ്പോഴും ഒരു അവ്യക്തതയുണ്ട്. നാളത്തെ അവലോകന യോഗം കൂടി കഴിഞ്ഞ ശേഷമായിരിക്കും അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോവുക എന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ മന്ത്രിമാരുടെ ചുമതലകളൊക്കെ മാറുമോ, പുതിയ ആളുകൾ വരുമോ, കേരളത്തിൽ നിന്നും പുതുതായി ഒരാൾ കൂടി മന്ത്രിസഭയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മറ്റൊരു സുപ്രധാന വാർത്ത, അത് നമ്മുടെ മുഹമ്മദ് റിയാസ്, PA മുഹമ്മദ് റിയാസ്. കേരളത്തിൽ കഴിഞ്ഞ തവണ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മന്ത്രിസഭയിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്നു PA മുഹമ്മദ് റിയാസ്. മരുമകൻ എന്ന പദവി ഉപയോഗിച്ച് മന്ത്രിസ്ഥാനം കിട്ടിയ ഈ രാജ്യത്തെ എല്ലാ കുടുംബാധിപത്യ പാർട്ടികളിലെയും പോലെ അങ്ങനെ ഒരു പദവി കിട്ടിയ വ്യക്തിയാണ് ഈ PA മുഹമ്മദ് റിയാസ്. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ട് അദ്ദേഹത്തിന് കുറച്ചുകൂടി മതേതരത്വം ഉണ്ടാകും എന്നാണ് നമ്മൾ കരുതിയത്. പക്ഷേ തനിക്ക് ലവലേശം മതേതരത്വമില്ലെന്നും താൻ ഒരു മതജീവിയാണെന്നും വന്ദേ മാതരത്തെ അപമാനിച്ചതിലൂടെ മുഹമ്മദ് റിയാസ് തെളിയിച്ചിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ കാര്യം, വന്ദേ മാതരം പാടിയത് VD സതീശൻ മന്ത്രിസഭ അധികാരമേൽക്കുമ്പോൾ വന്ദേ മാതരം പാടിയത് തെറ്റാണ് എന്നാണ്
മുഹമ്മദ് റിയാസിന്റെ കണ്ടെത്തൽ. അതിലെ ചില വരികൾ അദ്ദേഹത്തിന്റെ വികാരം വ്രണപ്പെടുത്തി എന്നുള്ളതാണ് അദ്ദേഹത്തിന് ഉണ്ടായ പ്രശ്നം എന്ന് തോന്നുന്നു. ആ വരികൾ ഏതൊക്കെയാണ് എന്നും അദ്ദേഹത്തിന്റെ വികാരം ഇത്ര തരളിതമാകാൻ കാരണം എന്താണെന്നും മുഹമ്മദ് റിയാസ് തന്നെ പറയണം. പക്ഷേ അദ്ദേഹം ഓർക്കേണ്ടത്, വന്ദേ മാതരം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരന്റെ ബൂട്ടിനടിയിൽ ചതഞ്ഞരയുമ്പോഴും നൂന്ന് നിൽക്കാനുള്ള ഊർജം ഈ നാട്ടിലെ മുഴുവൻ ജനതയ്ക്കും സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ നൽകിയ ആ മുദ്രാവാക്യവും ഗീതവുമാണ് വന്ദേ മാതരം എന്നുള്ളതാണ്. മാതൃരാജ്യം എന്ന സങ്കല്പം അത് ഈ നാടിന് നൽകിയത് വന്ദേ മാതരമാണ് മിസ്റ്റർ റിയാസ്. അപ്പോൾ എന്താണ് വന്ദേ മാതരത്തിന്റെ പ്രസക്തി? വന്ദേ മാതരം എതിർത്ത ആളുകൾ ആരൊക്കെയാണ്? അതിൻ്റെ ഒരു വിശദാംശമാണ് ഇനി വരാൻ പോകുന്നത്. ആ പാക്കേജ് ഒന്ന് വളരെ വേഗം കണ്ടുവരാം. സംസ്ഥാനത്തെ ഔദ്യോഗിക പരിപാടികളിലും സംസ്ഥാന ഗവർണർമാർ പങ്കെടുക്കുന്ന ചടങ്ങുകളിലും വന്ദേ മാതരം നിർബന്ധമാണ്. വന്ദേ മാതരത്തിന്റെ 6 ഖണ്ഡികയാണ് ആലപിക്കേണ്ടത്. പുതിയ നിയമപ്രകാരം 3 മിനിറ്റും 10 സെക്കൻഡും ദൈർഘ്യമുള്ള ആലാപനമാണ് അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത്. വന്ദേ മാതരവും ജനഗണമനയും ഒരുമിച്ചാലപിക്കുന്ന ചടങ്ങുകളിൽ ദേശീയ ഗീതമായ വന്ദേ മാതരമായിരിക്കും ആദ്യം ആലപിക്കുക. തുടർന്നാണ് ദേശീയ ഗാനമായ ജനഗണമന ആലപിക്കുക. ഇതിന് തൊട്ടു മുൻപ് മൃദംഗത്തിന്റെ നാദം ഉണ്ടായിരിക്കും. ഔദ്യോഗിക ചടങ്ങുകളിൽ വന്ദേ മാതരം ആലപിക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നതും നിർബന്ധമാണ്. സംഗതി ഇതായിരിക്കെയാണ് സതീശൻ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേ മാതരം പാടിയതിനെ മുഹമ്മദ് റിയാസ് എതിർത്തത്. ചരിത്രം പരിശോധിച്ചാൽ ബ്രിട്ടീഷുകാരാണ് വന്ദേ മാതരത്തെ ആദ്യം എതിർത്തത് എന്ന് മനസ്സിലാക്കാം. ബ്രിട്ടീഷ് ഭരണകാലത്ത് ബ്രിട്ടന്റെ ദേശീയ ഗാനമായ ഗോഡ് സേവ് ദ ക്വീൻ ഇന്ത്യയിലും നിർബന്ധമാക്കാൻ ശ്രമം നടന്നു. ആ ശ്രമങ്ങളെ തടഞ്ഞത് വന്ദേ മാതരം നേടിയ ജനപ്രീതിയാണ്. ഇതോടെ വന്ദേ മാതരം ബ്രിട്ടന്റെ കണ്ണിലെ കരടായി. 1930 മുസ്ലിം ലീഗ് വന്ദേ മാതരത്തിനെതിരെ രംഗത്തു വന്നു. 1937 ഒക്ടോബർ 15 ലക്നൌവിൽ നടന്ന അഖിലേന്ത്യാ മുസ്ലിം ലീഗ് യോഗത്തിൽ വന്ദേ മാതരത്തെ ജിന്നയും ലീഗും അതിശക്തമായി എതിർത്തു. വന്ദേ മാതരം ദേശീയ ഗാനമാക്കുന്നതിനെതിരെ ശക്തമായ നിലപാടും സ്വീകരിച്ചു. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് ഊർജം പകർന്ന ഗീതവും മുദ്രാവാക്യവുമാണ് വന്ദേ മാതരം. മാതൃരാജ്യം എന്ന സങ്കല്പം ആദ്യമായി ഭാരതത്തിന് നൽകുന്നതും വന്ദേ മാതരമാണ്. 1896 കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ രവീന്ദ്രനാഥ ടാഗോർ സ്വന്തം നിലയിൽ ഈണം നൽകി വന്ദേ മാതരം പാടിയതോടെ ഇന്ത്യയാകെ അത് ഏറ്റെടുത്തു. 1905 ബംഗാൾ വിഭജനത്തിനെതിരായ സമരത്തിൽ ഏറ്റവും മുഴങ്ങിക്കേട്ട ദേശഭക്തി ഗാനമായിരുന്നു വന്ദേ മാതരം. തുടർന്ന് വന്ദേ മാതരം എന്ന മുദ്രാവാക്യവും ഗാനവും ബ്രിട്ടീഷുകാർ രാജ്യദ്രോഹമായി പ്രഖ്യാപിച്ചു. ഭാരതം സ്വാതന്ത്ര്യം നേടുന്നതിന് തൊട്ടു മുൻപ് രാത്രി 11 ഭരണഘടനാ നിർമ്മാണ സഭയുടെ 5ാം സമ്മേളനം തുടങ്ങിയത് വന്ദേ മാതരം ആലപിച്ചുകൊണ്ടാണ്. സുഭാഷ് ചന്ദ്രബോസ് സ്ഥാപിച്ച ആസാദ് ഹിന്ദ് ഫൗജിന്റെ മാർച്ചിംഗ് സോങ്ങായി വന്ദേ മാതരം സ്വീകരിച്ചിരുന്നു. സ്വാതന്ത്ര്യ പുലരിയിൽ രാവിലെ 6:30 ആകാശവാണിയിൽ പണ്ഡിറ്റ് ഓംകാർനാഥ് താക്കൂർ വന്ദേ മാതരം ആലപിച്ചപ്പോൾ ഇന്ത്യയാകെ അതിന്റെ അലയൊലികൾ മുഴങ്ങി. BBC വേൾഡ് സർവീസ് അവരുടെ ലോക സംപ്രേഷണത്തിന്റെ 70ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ സർവേയിൽ ലോകത്തെ ഏറ്റവും ജനപ്രീതിയുള്ള 2ാമത്തെ ഗാനമായി വന്ദേ മാതരം തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. വന്ദേ മാതരത്തിന്റെ ഈ ചരിത്രമാണ് മുഹമ്മദ് അലി ജിന്ന മുതൽ മുഹമ്മദ് റിയാസ് വരെ മതത്തിന്റെ പേരിൽ വിസ്മരിക്കുന്നത്. എസ് ശ്രീകാന്ത്, ജനം, ഡൽഹി. അപ്പോൾ വന്ദേ മാതരം എന്ന ഗാനം കാലം കടന്നു വന്നത് എങ്ങനെയാണെന്ന് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മനസ്സിലാക്കി കാണും. ഇപ്പോൾ ബ്രിട്ടൻ ആദ്യം എതിർത്തു, മുസ്ലിം ലീഗ് പിന്നെ എതിർത്തു. അങ്ങനെ ഒട്ടനവധി വഴികൾ, കനൽ വഴികൾ കടന്നാണ് വന്ദേ മാതരം ഇന്ന് ഈ രീതിയിൽ നിൽക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും. മിസ്റ്റർ റിയാസ്, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ബ്രിട്ടീഷുകാരൻ വിചാരിച്ചിട്ട് നടന്നില്ല, മുഹമ്മദ് അലി ജിന്ന വിചാരിച്ചിട്ട് നടന്നില്ല, പിന്നെയല്ലേ പിണറായി വിജയന്റെ മരുമകൻ PA മുഹമ്മദ് റിയാസ്. വേറെ പണി നോക്കുന്നതാണ് നല്ലത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അടുത്ത വാർത്തയിലേക്ക് നമ്മൾ പോവുകയാണ്. ഏറ്റവും സുപ്രധാനമായ ഒരു യോഗം, അത് സെപ്റ്റംബർ മാസത്തിൽ ഇന്ത്യയിൽ നടക്കാൻ പോവുകയാണ്. ബ്രിക്സ് ഉച്ചകോടി.
ആണ് നടക്കാൻ പോകുന്നത്. അതിൻ്റെ ഭാഗമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അതായത് സെപ്റ്റംബറിൽ പുടിൻ ഇന്ത്യ സന്ദർശിക്കും. ഡൽഹിയിൽ വെച്ച് നടക്കുന്ന 18ാമത് ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം ഡൽഹിയിലേക്ക് എത്തുന്നത് എന്നതാണ് ലഭ്യമാകുന്ന വാർത്ത. അതോടൊപ്പം തന്നെ മുൻപ് 2025 ഡിസംബറിൽ നടന്ന ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനും അദ്ദേഹം ഇവിടെ വന്നു. തുടർച്ചയായി അടുത്തടുത്ത സമയങ്ങളിൽ റഷ്യ ഇന്ത്യയിലേക്ക് വരുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര, വ്യാപാര, ഡിഫൻസ് റിലേറ്റഡ് കാര്യങ്ങൾക്ക് വളരെ വളരെ ഗുണകരമാണ് എന്ന കാര്യം പറയാതിരിക്കാനാകില്ല. സെപ്റ്റംബർ 12, 13 തീയതികളിലാണ് ഡൽഹിയിൽ വെച്ച് ബ്രിക്സ് രാഷ്ട്രത്തലവന്മാരുടെ കൂടിക്കാഴ്ച നടക്കാൻ പോകുന്നത്. ഇതോടൊപ്പം ചേർത്ത് മറ്റൊരു കാര്യം കൂടി പറയേണ്ടതുണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അതായത് ചൈനയും പാകിസ്ഥാനുമൊക്കെ അതിർത്തികളിൽ നമ്മളെ വളഞ്ഞിട്ട് ആക്രമിക്കാനുള്ള നീക്കം നടത്തുമ്പോൾ ആ വ്യോമ ഭീഷണികളെ ചെറുക്കാൻ ഇന്ത്യ റഷ്യയുമായി കരാറിലേർപ്പെട്ട S-400 ട്രൈം വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ 4ാമത്തെ സ്ക്വാഡ്രൺ കൂടി ഇന്ത്യയിലേക്ക് എത്താൻ പോകുന്നു എന്നുള്ളതാണ്. വ്ളാദിമിർ പുടിൻ ബ്രിക്സ് ഉച്ചകോടിക്ക് ഇന്ത്യയിലേക്ക് വരുന്നതിന് തൊട്ട് മുൻപായി, ഒരുപക്ഷെ ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ച, ഈ 4 സ്ക്വാഡ്രണുകൾ കൂടി ഇന്ത്യയിലേക്ക് എത്തും. 4ാമത്തെ S-400 യൂണിറ്റ് പാകിസ്ഥാൻ അതിർത്തിയോട് ചേർന്നുള്ള രാജസ്ഥാൻ ആയിരിക്കും, അവിടെയായിരിക്കും വിന്യസിക്കുക എന്നാണ് മനസ്സിലാകുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് നമുക്കറിയാം നമ്മുടെ വ്യോമ മേഖലയെ, നമ്മുടെ രാജ്യത്തെ സംരക്ഷിച്ച് നിർത്തിയത് നമ്മൾ സുദർശൻ ചക്ര എന്ന് പേരിട്ടിട്ടുള്ള ഈ S-400 വ്യോമ പ്രതിരോധ സംവിധാനമാണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. റഷ്യയും നമ്മളും തമ്മിൽ വളരെ അടുത്ത ബന്ധം സൂക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത കൂടിയാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത്. ബ്രിക്സ് ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് വരുന്നത് ഈ ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്താൻ സഹായിക്കുകയും ചെയ്യും ഇന്നത്തെ ലോകക്രമത്തിൽ. അപ്പോൾ മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നുണ്ട്. പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജി സർക്കാരിനെ പുറത്താക്കി BJP അധികാരത്തിൽ വന്നതിന് ശേഷം അവിടെ വികസന പ്രവർത്തനങ്ങൾ എന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്ന് നമ്മുടെ മുഴുവൻ മാധ്യമങ്ങളും അവിടേക്ക് ക്യാമറ കണ്ണുകളുമായി കാത്തിരിക്കുകയാണ്. അവിടെ സത്യപ്രതിജ്ഞാ ദിവസം മലയാളത്തിൽ നിന്നും പോയ ഒരേ ഒരു ചാനൽ അത് ജനം TV ആണ്. ബാക്കി ആരും വന്നില്ല. പക്ഷേ അതിനുശേഷം അവിടെ നടക്കുന്ന ചെറിയ കാര്യങ്ങൾ പോലും വലിയ വാർത്തയായി മാറുന്നുണ്ട്. അവരോടെല്ലാം, ആ മാധ്യമങ്ങളോടെല്ലാം പറയാനുള്ള ഒറ്റ കാര്യം, പശ്ചിമ ബംഗാളിൽ സുവേന്ദു അധികാരിയെ വിശ്വസിച്ച് 10,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ പോവുകയാണ് അവിടുത്തെ ശ്യാം മെറ്റാലിക്സ് ആൻഡ് എനർജി എന്ന് പറയുന്ന കമ്പനി. അടുത്ത 3 വർഷത്തിനുള്ളിൽ ഏകദേശം 10,000 കോടി രൂപയുടെ നിക്ഷേപം നടത്തും. പുതിയ സർക്കാരിന്റെ പുതിയ വ്യവസായ ഭൂനയം അനുകൂലമായാൽ അഡീഷണൽ ആയി ഒരു 10,000 കോടി രൂപയുടെ നിക്ഷേപം കൂടി അവിടെ നടത്താനാണ് അവർ പദ്ധതിയിടുന്നത് എന്ന വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് ശക്തമായ രീതിയിൽ ബംഗാൾ വികസനത്തിലേക്ക് കുതിക്കുന്നു എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒരു ഭരണമാറ്റം ഉണ്ടായപ്പോൾ ആ സംസ്ഥാനത്തിന്റെ പൊട്ടൻഷ്യൽ അത് പരമാവധി ഉപയോഗപ്പെടുത്തുകയാണ് ഓരോ വ്യവസായ മേഖലയിൽ ഉള്ള ആളുകളും എന്നാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. മറ്റ് പ്രധാനപ്പെട്ട കുറേയധികം വികസന പദ്ധതികൾ കൂടി വന്നിട്ടുണ്ട്. സിലിഗുരി കോറിഡോറിൽ നമുക്കറിയാം ചിക്കൻ നെക്ക് എന്ന് പറയുന്നത് 22 കിലോമീറ്റർ മാത്രം വീതിയുള്ള ഒരു സ്ട്രെച്ചാണ്. അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വടക്ക് കിഴക്കൻ മേഖലയുമായി നമ്മളെ ബന്ധിപ്പിക്കുന്ന ഒരു മേഖലയാണ്. അവിടെ ഭൂമി വിട്ടുകൊടുക്കാൻ ഈ മമതാ ബാനർജി തയ്യാറായില്ല. ഈ രാജ്യത്തിന്റെ സുരക്ഷയെ അപകടത്തിലാക്കിക്കൊണ്ടാണ് മമതാ ബാനർജി അവിടെ ഭൂമി വിട്ടുകൊടുക്കാൻ തയ്യാറാകാതിരുന്നത് എന്നോർക്കണം. അവിടെ ഇപ്പോൾ സുവേന്ദു അധികാരി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഭൂമി വിട്ടുകൊടുത്തിരിക്കുന്നു. മുടങ്ങിക്കിടന്നിരുന്ന ഹൈവേ പദ്ധതികൾക്കൊടുവിൽ അംഗീകാരം കിട്ടിയിരിക്കുന്നു. അവിടെ ഇനി അതിവേഗ വികസനം, നമുക്കറിയാം നരേന്ദ്രമോദി സർക്കാരിന്റെ ഈ ഹൈവേ വികസനത്തിന്റെ വേഗത, അതിവേഗം ഹൈവേകൾ വരാൻ പോകുന്നു. സിലിഗുരി കോറിഡോറിൽ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു വാർത്ത. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കാൻ ഈ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയിലൂടെ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. വാരാണസി സിലിഗുരി ഹൈസ്പീഡ് റെയിൽ പദ്ധതിയും ഇതിനോടൊപ്പം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന കാര്യം എടുത്തു പറയേണ്ടതാണ്. അപ്പോൾ വികസന പദ്ധതികളുടെ കുത്തൊഴുക്ക് പശ്ചിമ ബംഗാളിൽ നടക്കുന്നു. 120 ഏക്കർ ഭൂമി അവിടുത്തെ ഡിഫൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇതിനോടകം തന്നെ അവിടുത്തെ സർക്കാർ കൈമാറിക്കഴിഞ്ഞു. അങ്ങനെ ആ ഒരു ചിക്കൻ നെക്ക് നമ്മളെ ചോക്ക് ചെയ്ത് നമ്മളെ നശിപ്പിക്കാൻ ചൈനയും ബംഗ്ലാദേശും എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരുന്ന ഈ ചിക്കൻ നെക്ക് പ്രദേശത്ത് ഭൂമി വിട്ടുകൊടുത്ത് ആ പ്രദേശത്ത് ഇപ്പോൾ ശക്തമായ രീതിയിൽ
നിർമ്മാണ പ്രവർത്തനങ്ങൾ, ഡിഫൻസ്, പ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ നമ്മുടെ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്ക് വളരെ 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 ആശ്വാസം പകരുന്ന കാര്യമാണ്. അതിനപ്പുറം ബംഗാൾ വികസിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. അപ്പോൾ കേരളത്തിൽ ഈ ബംഗാൾ സ്വദേശികളായ ആളുകളെ കൊണ്ട് വ്യവസായമൊക്കെ ചെയ്തിരുന്ന ആളുകൾ മറ്റ് പോംവഴികൾ കൂടി ചിന്തിച്ചു തുടങ്ങേണ്ട കാലമായിരിക്കുന്നു. 34 വർഷത്തെ CPM ഭരണവും 15 വർഷത്തെ മമതാ ബാനർജി ഭരണവും പോയി വികസന പാതയിലേക്ക് ബംഗാൾ പോകുന്നു. ഈ ഘട്ടത്തിൽ ഇനി കേരളത്തിൽ പണിയെടുക്കാൻ ബംഗാളികളെ കിട്ടും എന്ന് തോന്നുന്നില്ല. അപ്പോൾ അതിന് മറ്റു പോംവഴികൾ കൂടി മലയാളികൾ കണ്ടുവെക്കണം എന്നാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ സമയം ഇപ്പോൾ ഏതാണ്ട് 8 മണി കഴിഞ്ഞ് 19 മിനിറ്റായി. വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ഒരു ചെറിയ പാക്കേജ് കൂടി കൊടുത്ത് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അതായത് മാവോയിസ്റ്റ് മുക്ത പ്രദേശമായി ഈ രാജ്യത്തെ നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ കഴിഞ്ഞ ദിവസമാണ് പ്രഖ്യാപിച്ചത്. അത് ചരിത്രപരമാണ്. 55 വർഷത്തെ മാവോയിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ഭീകരതയ്ക്കാണ് അറുതിയായത്. പക്ഷേ അമിത്ഷാ ഇത് പ്രഖ്യാപിക്കാൻ തെരഞ്ഞെടുത്ത സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട്. ബസ്തറാണ് തെരഞ്ഞെടുക്കുകയുണ്ടായത്. അദ്ദേഹം മാവോയിസത്തിന്റെ റെഡ് കോറിഡോർ എന്ന് അവർ വിളിക്കുന്ന ഹോട്ട്ബെഡാണ് ബസ്തർ. എന്തുകൊണ്ടാണ് അമിത്ഷാ അവിടം തന്നെ തെരഞ്ഞെടുത്തത്? ഈ സിംഹത്തെ അതിന്റെ മടയിൽ പോയി നേരിടണം എന്നൊരു ചൊല്ലുണ്ട്. അപ്പോൾ അതിനെ അവിടെ തന്നെ ചെന്ന് നേരിട്ട് അവിടെ പ്രഖ്യാപനം നടത്തിയത് എന്തുകൊണ്ടാണ്? അത് ഏവർക്കും അറിയാനൊരു കൗതുകം കാണും. ഒപ്പം ഈ കമ്മ്യൂണിസ്റ്റ് ഭീകരർ ഈ നാടിനോട് ചെയ്ത ക്രൂരത എന്താണെന്ന് അറിയാനും നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരു അവസരം ഒരുക്കുകയാണ്. അപ്പോൾ ആ പാക്കേജിലേക്കൊന്ന് പോയി വളരെ വേഗം തിരിച്ചു വരാം. 2010 ഏപ്രിൽ 6 ഇന്ത്യ കണ്ട ഏറ്റവും രക്തരൂക്ഷിതമായ മാവോയിസ്റ്റ് ആക്രമണങ്ങളിൽ ഒന്നിന്റെ ദിനം. ഛത്തീസ്ഗഡിലെ ബസ്തറിൽ പതിവ് പെട്രോളിംഗിൽ ഉണ്ടായിരുന്ന CRPF സംഘത്തെ ശക്തമായി ആയുധധാരികളായ കമ്മ്യൂണിസ്റ്റ് ഭീകരർ ആക്രമിച്ചു. ഈ ആക്രമണത്തിൽ 76 സുരക്ഷാ സേനാംഗങ്ങൾ കൊല്ലപ്പെട്ടു. സംഭവം ബസ്തറിനെ മാവോയിസ്റ്റ് കലാപത്തിന്റെ കേന്ദ്രഭൂമിയായി ഉറപ്പിച്ചു. പതിറ്റാണ്ടുകളായി സുരക്ഷാ സേനയും മാവോയിസ്റ്റുകളും തമ്മിലുള്ള സംഘർഷങ്ങൾക്ക് സാക്ഷിയായ പ്രദേശമാണ് ബസ്തർ. അതുകൊണ്ട് തന്നെയാണ് ഭാരതം മാവോയിസ്റ്റ് മുക്ത പ്രദേശമായി പ്രഖ്യാപിക്കാൻ അമിത്ഷാ ബസ്തറിനെ തെരഞ്ഞെടുത്തത്. പതിറ്റാണ്ടുകളായി ചുവപ്പൻ ഭീകരതയുടെ നിഴലിൽ ജീവിക്കാൻ നിർബന്ധിതരായിരുന്ന ബസ്തറിലെ 14 ലക്ഷത്തിലധികം വരുന്ന ജനങ്ങൾക്ക് ഇത് ചരിത്ര നിമിഷമായിരുന്നു. യഥാർത്ഥത്തിൽ ബസ്തർ എന്ന പേര് തന്നെ മാവോയിസത്തോട് സമമായി മാറിയിരുന്നു. शायद ही देश का कोई बल बाकी होगा जिसके जवानों ने नक्सलवाद का सामना करते करते अपने प्राण न गंवाए। 1971 से लेकर 31 मार्च 2026 तक ये लंबा कालखंड समग्र देश की जनता ने एक दुस्वप्न की तरह झेला। नक्सल प्रभावित क्षेत्र के लिए तो भीषण रक्तपात, विकास का अंधेरा। ബസ്തറിൽ ഒരു രാത്രി കൊണ്ടോ ഒരു വർഷത്തിനുള്ളിലോ സംഭവിച്ച മാറ്റമല്ല ഇത്. 2019 മുതൽ തന്നെ മോദി സർക്കാർ മാവോയിസ്റ്റ് മുക്ത ഭാരത് ലക്ഷ്യമാക്കി പ്രവർത്തനം ആരംഭിച്ചിരുന്നു. 2023 ഛത്തീസ്ഗഡിൽ BJP അധികാരത്തിലെത്തിയതിനു ശേഷം ശ്രമങ്ങൾ കൂടുതൽ ശക്തമായി. സർക്കാർ കണക്കുകൾ പ്രകാരം 2024 224 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു. 2025 ആ സംഖ്യ ഏകദേശം 400 ഉയർന്നു. കഴിഞ്ഞ 10 വർഷത്തിനിടെ 10,000-ലധികം മാവോയിസ്റ്റുകൾ കീഴടങ്ങുകയും ചെയ്തു. സാൽ, തേക്ക്, മുള എന്നിവ കൊണ്ട് സമൃദ്ധമായ സാന്ദ്രവന പ്രദേശമായ ബസ്തർ സുരക്ഷാ സേനകൾക്ക് എപ്പോഴും വലിയ വെല്ലുവിളിയായിരുന്നു. അപ്രതീക്ഷിത ആക്രമണങ്ങൾ നേരിടാനും രക്ഷപ്പെടാനുമുള്ള വഴികൾ കണ്ടെത്താനും ഏറെ ബുദ്ധിമുട്ടായിരുന്നു. കണക്കുകൾ പറയുന്നത് കഴിഞ്ഞ 2 ദശകത്തിനിടെ ഏകദേശം 1300 സുരക്ഷാ സേനാംഗങ്ങൾ കൊല്ലപ്പെട്ടു എന്നാണ്. തങ്ങൾക്കെതിരെ നിന്നവരെയും രഹസ്യമായി പോലീസിന് വിവരമറിയിച്ചവരെയും മാവോയിസ്റ്റുകൾ ക്രൂരമായി കൊലപ്പെടുത്തി. 2001 മുതൽ 2024 വരെ 1800-ലധികം ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർ മാവോയിസ്റ്റ് ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു. കമ്മ്യൂണിസ്റ്റ് ഭീകരത മൂലം ബസ്തർ ഇന്ത്യയിലെ ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന പ്രദേശങ്ങളിൽ ഒന്നായി മാറി എന്നതാണ് സത്യം. ആ നഷ്ടങ്ങൾ നികത്താൻ ബസ്തറിന് വലിയ തോതിലുള്ള നിക്ഷേപം ആവശ്യമാണ്. ബസ്തറിനെ മാവോയിസ്റ്റ് മുക്ത പ്രഖ്യാപനത്തിന്റെ വേദിയാക്കിയതിലൂടെ ഈ പ്രദേശത്തെ സ്ഥിരതയുടെയും വികസനത്തിന്റെയും കേന്ദ്രമായി പുനഃസ്ഥാപിക്കാനുള്ള ശ്രമമാണ്
അമിത്ഷാ നടത്തിയത്. ഇതിനു പുറമെ നൂറുകണക്കിന് സുരക്ഷാ സേനാംഗങ്ങളുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും രക്തസാക്ഷിത്വം കണ്ട പ്രദേശം ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിമാരും പ്രധാന യോഗങ്ങൾ നടത്താൻ മതിയായ സുരക്ഷയുള്ള സ്ഥലമായി മാറിയിരിക്കുന്നു. ഒരു വശത്ത് മാവോയിസ്റ്റ് വിരുദ്ധ ഓപ്പറേഷനുകൾ ശക്തമാക്കിയും മറുവശത്ത് റോഡുകൾ, മൊബൈൽ കണക്ടിവിറ്റി, ബാങ്കിംഗ് സേവനങ്ങൾ, വിദ്യാഭ്യാസം, ആരോഗ്യ സൗകര്യങ്ങൾ എന്നിവ വികസിപ്പിച്ചും മേഖലയെ വൻ കുതിപ്പിലേക്ക് നയിക്കുകയാണ് സർക്കാർ. എസ് ശ്രീകാന്ത്, ജനം, ഡൽഹി. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ രാജ്യത്തെ കാർന്ന് തിന്നുകൊണ്ടിരുന്ന, ഈ രാജ്യത്തെ വരിഞ്ഞു മുറുക്കിയിരുന്ന 3 തലയുള്ള സർപ്പം ഉണ്ടായിരുന്നു. ഒന്നത് കശ്മീരിലെ വിഘടനവാദമായിരുന്നു. അത് ആർട്ടിക്കിൾ 370 റദ്ദാക്കി പൂപറിക്കുന്ന ലാഘവത്തിൽ അമിത്ഷാ അത് അടിച്ചൊതുക്കി. ഇപ്പോൾ അവിടെ കല്ലെറിയാൻ നടന്നവന്മാരും തോക്കെടുത്ത് ബുള്ളറ്റ് വായിക്കാൻ നടന്നിരുന്നവന്മാരും ഇപ്പോൾ ആപ്പിളിൽ സ്റ്റിക്കർ ഒട്ടിച്ച് കളിക്കുകയാണ്. രണ്ടാമത്തേത് വടക്ക് കിഴക്കൻ വിഘടനവാദമായിരുന്നു. നമുക്കറിയാം, മ്യാൻമാറിൽ ഉള്ളിലേക്ക് കയറി നമ്മൾ നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക്, അത് ആ വിഘടനവാദത്തിന്റെ, വടക്ക് കിഴക്കൻ വിഘടനവാദത്തിന് ഫണ്ട് ചെയ്യുന്നവന്മാരുടെ, അവിടെ ഇരുന്നു കൊണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവരുടെ നിറന്തലക്കിട്ടുള്ള അടിയായിരുന്നു. അതോടെ അവർ പത്തിമടക്കി. മൂന്നാമത് ഈ മാവോയിസമായിരുന്നു, ആ കമ്മ്യൂണിസ്റ്റ് ഭീകരതയായിരുന്നു ഈ രാജ്യത്തിനുള്ളിൽ, ഈ രാജ്യത്തെ തന്നെ അപകടത്തിൽപ്പെടുത്തിക്കൊണ്ടിരുന്നത്. അതിനും ഇതാ അറുതിയായിരിക്കുന്നു. ഈ 3 തലയുള്ള സർപ്പത്തെ നിയന്ത്രിച്ച, അതിനെ എന്നേക്കുമായി ഇല്ലാതാക്കിയ ആ ഒരൊറ്റ പേര് നമ്മുടെ രാജ്യം എന്നും നന്ദിയോടെ ഓർക്കണം. അനിൽ ചന്ദ്ര ഷാ എന്നാണ് ആ പേര്. ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയാണ് അത്. അപ്പോൾ ആ വാർത്ത പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നമ്മുടെ നേഷൻ ഫസ്റ്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. വീണ്ടും കൂടുതൽ വാർത്തകൾ, കൂടുതൽ വിശേഷങ്ങളുമായി തുടർന്നുള്ള ദിവസങ്ങളിലും കാണാം. ഇന്നിവിടെ അവസാനിപ്പിക്കുന്നു.